പ്രതിരോധ സംവിധാനങ്ങൾക്ക് കരുത്ത് പകരാൻ 79,000 കോടിയുടെ ആയുധങ്ങളും സൈനിക ഉപകരണങ്ങളും വാങ്ങാൻ അനുമതി. പ്രതിരോധ മന്ത്രാലയമാണ് അനുമതി നൽകിയത്. ബി ബാലഗോപാൽ വിവരങ്ങളുമായി നമുക്കിപ്പം ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബാലു, ഓപ്പറേഷൻ സിന്ദൂറിനൊക്കെ ശേഷം നമ്മുടെ അതിർത്തികളിൽ വലിയ ജാഗ്രതയാണ് ഇപ്പോഴും ഉള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ സൈന്യം അവരുടെ ആയുധ ശേഖരമൊക്കെ കൂട്ടാൻ ആലോചിക്കുന്നത്. തീർച്ചയായും വളരെ സുപ്രധാനമായ ഒരു തീരുമാനമാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം ഇന്ന് എടുത്തിരിക്കുന്നത്. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന DAC കമ്മിറ്റിയാണ് ഈ 79,000 കോടി രൂപയുടെ ആയുധങ്ങളും സൈനിക ഉപകരണങ്ങളും വാങ്ങുന്നതിനുള്ള അനുമതി നൽകിയിരിക്കുന്നത്. കര, നാവിക, വ്യോമസേനകൾക്ക് വേണ്ടിയാണ് ഈ സൈനിക ഉപകരണങ്ങളും ആയുധങ്ങളും വാങ്ങുന്നത്. പിനാക്ക റോക്കറ്റുകൾ, റഡാറുകൾ, കൗണ്ടർ ഡ്രോൺ സംവിധാനങ്ങൾ തുടങ്ങിയവയാണ് ഈ കരസേനയ്ക്ക് വേണ്ടി വാങ്ങാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നാവികസേനയ്ക്ക് വേണ്ടി ബൊള്ളാർഡ് പുൾടക്സ്, അതുപോലെ ഈ മാരിടൈം സർവേലൻസിന് വേണ്ടി ഹെയിം ഡ്രോണുകൾ തുടങ്ങിയവ വാങ്ങുന്നതായിരിക്കും. വ്യോമസേനയ്ക്ക് വേണ്ടി തേജസ് സിമുലേറ്റർ ഉൾപ്പെടെ, അതുപോലെ ഫ്ലൈറ്റ് സേഫ്റ്റി സിസ്റ്റം ഉൾപ്പെടെയാണ് വാങ്ങുന്നതിനുള്ള ഒരു അനുമതി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഈ മൊത്തം കണക്ക് നോക്കുമ്പോൾ ഏതാണ്ട് 79,000 കോടി രൂപയുടെ ഈ സൈനിക ഉപകരണങ്ങളും ആയുധങ്ങളും വാങ്ങുന്നതിനാണ് ഇന്ന് ചേർന്ന DAC യോഗത്തിൽ തീരുമാനമായിരിക്കുന്നത്. ശരി.